മൈ ഫോൾട്ട് അഥവാ കുൽപാമിയ എന്ന 2023 റിലീസായ സ്പാനിഷ് റൊമാൻറ്റിക് ചിത്രത്തിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തത് കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ? യോർ ഫോൾട്ട് എന്ന സിനിമ റിലീസായിരിക്കുകയാണ്. അച്ഛന്റെയും അമ്മയുടെയും വിവാഹത്തിലൂടെ സ്റ്റെപ്പ് സിസ്റ്ററും സ്റ്റെപ്പ് ബ്രദറുമായി മാറുന്ന അവർക്കിടയിൽ പ്രണയം അങ്ങനെ മുട്ടിടുമ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് ഒരിക്കലും അവരുടെ പ്രണയത്തെ അംഗീകരിക്കാനായി കഴിയുമായിരുന്നില്ല. അങ്ങനെ അവരുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായി അവർ തീരുമാനിക്കുമ്പോൾ അച്ഛനും അമ്മയും എങ്ങനെങ്കിലും അത് അവസാനിപ്പിക്കണം എന്ന പരിശ്രമത്തിലായിരുന്നു. അവിടെ കൊണ്ടാണ് ഫസ്റ്റ് പാർട്ട് അവസാനിച്ചതല്ലേ. അപ്പോ സെക്കൻഡ് പാർട്ടിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാനായി നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. അതിന് മുന്നേ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കാണാത്ത കൂട്ടുകാരൊന്ന് കണ്ടു നോക്കുക. കാരണം ആ ഒരു ഭാഗത്തിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷം ഈ ഒരു സെക്കൻഡ് പാർട്ട് റിലീസ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ട് കാണാതെ സെക്കൻഡ് പാർട്ട് കണ്ടാൽ കഥ യാതൊന്നും മനസ്സിലാവില്ല. ലിങ്ക് ദേ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്, വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്, കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഏതിലേലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ട ശേഷം മാത്രമേ ഈ സെക്കൻഡ് പാർട്ട് കാണണേ. തുടങ്ങുന്നത് കഴിഞ്ഞ പാർട്ടിൽ നിന്ന് ഒരു വർഷത്തിന് ശേഷമുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ്. അതായത് നോവയ്ക്കും നിക്കിനും ഇടയുള്ള ആ ഒരു പ്രണയം മനസ്സിലാക്കുന്ന അവരുടെ പേരൻസ്, അതായത് നോവയുടെ അമ്മയും നിക്കിന്റെ അച്ഛനും കൂടി വിവാഹിതരായ ശേഷമാണ് നോവയും നിക്കും സ്റ്റെപ്പ് ബ്രദറും സ്റ്റെപ്പ് സിസ്റ്ററുമായി മാറിയത്. ഇവരുടെ പ്രണയം മനസ്സിലാക്കുന്ന ആ പേരൻസ് രണ്ടുപേരും ഇവരെ സെപ്പറേറ്റ് ചെയ്യാനായി ആ പ്രണയത്തിന് അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ രണ്ടുപേരെയും ഒരു വർഷക്കാലം പരസ്പരം കാണാത്ത രീതിയിൽ പിരിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ ഇത് നമ്മൾ കാണുമ്പോൾ നോവയുടെ 18ാമത്തെ ബർത്ത്ഡേ ആണ്. ആ ഒരു സെലിബ്രേഷൻ ഒക്കെ നടക്കുന്ന ടീമെല്ലാം നോവ നിക്ക് എത്തുമോ എന്നുള്ള ഭയങ്കരമായ ആ ഒരു സങ്കടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അവനെ കണ്ടിട്ട് ഒരു വർഷം കഴിയുന്നു. ഇതേ ടീം നിക്കിന്റെ അച്ഛനും മകനെ കാണാത്തതിന്റെ വിഷമൊക്കെ ഉണ്ട്. അവൻ വരുമെന്നേ, വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് വൈഫ് അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് രാത്രിയിൽ നോവ കാത്തിരുന്ന നിക്ക് വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. അങ്ങനെ രണ്ടുപേരും ഇപ്പൊ കണ്ടുമുട്ടി ഉടനെ തന്നെ കെട്ടിപ്പിടിച്ചും കിസ് ചെയ്തും അവരെ ആ കണ്ടുമുട്ടിയതിന്റെ സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് രണ്ടുപേരുടെയും പേരൻസ് അങ്ങോട്ടേക്ക് എത്തുന്നത്. ഒരു വർഷമായി ഇവരെ പിരിച്ചു വെച്ചപ്പോ ഇവർക്കിടയിൽ ആ പ്രണയം ഇല്ലാണ്ടായി കാണുമെന്ന് വിചാരിച്ച പേരൻസിന് ഇവരുടെ ഈ സ്നേഹപ്രകടനം കാണുമ്പോൾ ആ ഒരു വർഷത്തെ എഫേർട്ട് ഒക്കെ വെറുതെ ആയി എന്ന് മനസ്സിലാവുന്നുണ്ട്. നോവയ്ക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റും നിക്ക് കരുതിയിരുന്നു. അങ്ങനെ വളരെ ഹാപ്പിയായി അവരുടെ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ നോവയുടെ ഗ്രാജുവേഷൻ കഴിയുന്നു. അവളുടെ സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞ് അവൾ ഇനി കോളേജിലേക്ക് പോകാനായുള്ള ആ ഒരു ടൈമാണ്. അവളുടെ ഗ്രാജുവേഷൻ സമയത്ത് അവൾക്ക് ഒരു കാറാണ് ഗിഫ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അവളെ നിക്കാട്ടി ഒരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇത് നിക്കിന്റെ ഉടമസ്ഥതയിലുള്ള വീടാണ്. അതായത് ആ വീട് നോവ ഇനി പഠിക്കാൻ പോകുന്ന കോളേജിന് ഏതാണ്ട് അടുത്തായിട്ടാണ്. ഹോസ്റ്റലിൽ നിൽക്കാതെ ഈ വീട്ടിൽ നിന്നുകൊണ്ട് നിനക്ക് അതാവുമ്പോൾ എനിക്ക് നിനക്ക് ഇടയ്ക്ക് കണ്ടുമുട്ടാനൊക്കെ എളുപ്പമായിരിക്കുമല്ലോ എന്നല്ല നിക്ക് പറയുമ്പോൾ നോവയ്ക്ക് അതിനോട് താല്പര്യമില്ല. വേണ്ട, നമുക്കിടയിലുള്ളത് പ്യോർ ലവ് ആണ്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു വീട്ടിൽ വെച്ച് കണ്ടുമുട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല മറ്റില്ല. അവൾക്ക് ആ ഒരു റൊമാൻസായി തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. അതിന്റെ ഇടയിൽ വേറെ കാര്യങ്ങളൊന്നും വലിച്ചിടയ്ക്കുണ്ടായിരുന്ന ഒരു രീതിയിൽ അവൾ ഇഗ്നോർ ചെയ്ത് പോകുന്നുണ്ട്. ആക്ച്വലി ഇങ്ങനെ ഒന്നിച്ച് നിൽക്കാനും ഒരു ഫിസിക്കൽ റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നിക്കിനൊരു ഐഡിയ കൊടുത്തത് നോവയുടെ ഫ്രണ്ടായ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ജന്നയ്ക്ക് ലയൺ എന്ന ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ഇവർ രണ്ടുപേരും നിക്കുമായി നല്ല ഫ്രണ്ട്സ് ആണ്. ഇപ്പോ ലയണാണ് നിക്കിന് നീ എന്തായാലും ഒരു വർഷം പഠനം എന്നൊക്കെ പറഞ്ഞപ്പോ മാറി നിന്നത് കൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പ് നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ അവള് പഠിക്കാനായി പോകും. ആ ഒരു ടൈം ആ ഗ്യാപ്പ് ചിലപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെ ഇല്ലാണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും ഒരു ഫിസിക്കൽ കോൺടാക്ട് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. അതിനുവേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒന്നിച്ച് സ്റ്റേ ചെയ്യുന്ന ആ ഒരു ഐഡിയ, അതും വീട്ടിൽ നിന്ന് മാറി ഒന്നിച്ച് സ്റ്റേ ചെയ്യുന്ന ആ ഒരു ഐഡിയ നിക്കിന് കൊടുത്തത്. പക്ഷെ അത് വർക്ക്ഔട്ട് ആയില്ലല്ലോ. ഇപ്പൊ നിക്കായിട്ട് ഇപ്പൊ പഠനശേഷം അച്ഛന്റെ ഓഫീസിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അവിടെ നിക്കിനെ അസിസ്റ്റ് ചെയ്യാനായി വളരെ സുന്ദരിയായ ഒരു സ്റ്റാഫിനെ തന്നെ അച്ഛൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നോവയിൽ നിന്ന് നിക്കിനെ എങ്ങനെയെങ്കിലും ഡൈവേർട്ട് ചെയ്യാനായി ഒരു പക്ഷേ ഈ സ്റ്റാഫിന്റെ പ്രസൻസ് ഉപകാരപ്പെട്ടാലോ. എപ്പോഴും ഓഫീസ് കാര്യങ്ങൾ ഇതുപോലെ സുന്ദരിയായ ഒരു സ്റ്റാഫിന്റെ കൂടെ ഇടപെട്ട് ചെയ്യുന്ന ടീം എപ്പോഴും അവൻ ആ സ്റ്റാഫിനോട് ഒരു പ്രണയം തോന്നി. കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയാലോ എന്ന രീതിയിലാണ് അച്ഛൻ ഈ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഇതേ ടീം നോവയുടെ പഠനവും നന്നായി മുന്നോട്ട് പോകുന്നു. നോവയും നിക്കിനെയും തമ്മിൽ അകറ്റാനായി അതിന്റെ ഇടയിൽ നോവയെ പറ്റുന്ന പോലെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്യാനായി അമ്മയും നോക്കുന്നുണ്ട്. ജോലി സ്ഥലത്തുണ്ടായിരുന്ന നിക്കിനെ നോവ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുമ്പോൾ നിക്കിന്റെ പുറകിലായി തന്നെ അവന്റെ ഒരു ലേഡി സ്റ്റാഫിനെ കാണാം. പുള്ളിക്കാരുടെ പേര് സോഫി എന്നാണ്. പക്ഷേ സോഫി എന്തിനാണ് കളത്തിൽ ഇറക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ സോഫിക്ക് നിക്കിനോട് ഇടപെടുന്നതിൽ എന്ത് ദുരുദ്ദേശമാണുള്ളതെന്നൊന്നും നോവയ്ക്ക് അറിയില്ലല്ലോ. അവളത് ഓഫീസിലെ ഒരു സ്റ്റാഫ് എന്ന രീതിയിൽ വെറുതെ അങ്ങ് വിടുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ നോയെ കാണുമ്പോൾ അവൾക്ക് ഒരു റൂംമേറ്റ് ഉണ്ട്. ഒപ്പം തന്നെ അവരുടെ തൊട്ടപ്പുറത്തെ മുറിയിൽ താമസിക്കുന്നത് മൈക്കിൾ എന്നൊരു സൈക്കോളജി സ്റ്റുഡന്റ് ആണ്. മൈക്കിൾ നോയെ പരിചയപ്പെടുന്ന ടീം തമാശയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ സമീപിച്ചോ, ഞാൻ ഒരു സൈക്കോളജി സ്റ്റുഡന്റ് ആണെന്നൊക്കെ പറഞ്ഞ് ബിൽഡപ്പ് ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം നിക്കും നോവയും നിക്കിന്റെ കുഞ്ഞനിയത്തി മാഗിയും ഒന്നിച്ചുള്ള ടീം അവിടെ മാഗിയെ പിക്ക് ചെയ്യാനായി അമ്മ എത്തുന്നുണ്ട്. ഇത് നിക്കിന്റെ സ്വന്തം അമ്മയാണെങ്കിലും അമ്മയുമായി അവന് നല്ല ടേംസ് അല്ല ഉള്ളത്. അമ്മ ഇപ്പൊ വേറെ കല്യാണം ഒക്കെ കഴിച്ച് അങ്ങനെ ജീവിക്കാണല്ലോ.
അവന്റെ അമ്മയെ തീരെ ഇഷ്ടമല്ല. അങ്ങനെ അമ്മയെ കണ്ട് ആകെ അപ്സെറ്റ് ആവുന്ന നിക്ക് ഭയങ്കരമായ ടെൻഷനിലും സങ്കടത്തിലും സ്ട്രെസ്സിലും ഒക്കെയാണെന്ന് മനസ്സിലാക്കുന്ന നോവ നിക്കിന്റെ കൂടെ റൂമിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അവനെ സമാധാനിപ്പിക്കാനായി അവൾ അവനുമായി അടുക്കുന്നുണ്ട്. അങ്ങനെ അതിനൊക്കെ ശേഷം അവിടെ നിന്ന് നിക്ക് പോവാനായി നിൽക്കുന്ന ടൈമാണ് അവിടേക്ക് നോവയുടെ റൂംമേറ്റ് ആയ പെൺകുട്ടി അങ്ങോട്ടേക്ക് എത്തുന്നത്. അവളുടെ പേര് ബ്രിയർ എന്നാണ്. ബ്രിയറിനെ കണ്ടപാടെ നിക്കൊന്ന് ഷോക്ക് ആവുന്നുണ്ട്. കാരണം നിക്കിന്റെ ഒരു എക്സ് ഗേൾ ഫ്രണ്ട് ആണ് ബ്രിയർ. ഇപ്പോഴത്തെ അവന്റെ ഗേൾ ഫ്രണ്ട് ആയ നോവയുടെ റൂംമേറ്റ് ആണ് അവന്റെ എക്സ് ഗേൾ ഫ്രണ്ട് എന്ന് കാണുമ്പോൾ തീർച്ചയായും അവൻ ഞെട്ടിപ്പോവല്ലോ. എന്തായാലും നിക്കിനും ബ്രിയറിനും ഇടയിൽ ഇങ്ങനെ ഒരു കണക്ഷൻ ഉള്ള കാര്യം നമ്മുടെ നോവയ്ക്ക് അറിയില്ല. തുടർന്ന് അവിടെ വെച്ച് നിക്കിനെ കാണുന്ന ബ്രിയർ നൈസ് ടു മീറ്റ് യു എന്നൊക്കെ പറഞ്ഞ് അവനെ മുന്നേ പരിചയമില്ലാത്ത കണക്ക് ഇപ്പൊ പുതിയതായി കാണുന്ന കണക്ക് സംസാരിച്ച് ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുക്കാൻ നോക്കുമ്പോൾ നിക്കിന് അത് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. അവൻ വലിയ മൈൻഡൊന്നും ആക്കാതെ വേഗം അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ലയൺ വളരെ എമർജൻസിയായി നിക്കിനെ ഫോൺ ചെയ്ത് വരുത്തുന്നതാണ്. ലയണിന്റെ ചേട്ടൻ ഒരു പാഴ്സല് വിൽക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ലയനെ ഏൽപ്പിച്ചിരുന്നു. ആ പാഴ്സലിനകത്തുള്ളത് ലഹരി വസ്തുക്കളായിരുന്നു. തുടർന്ന് ആ ഒരു പാഴ്സൽ പൊട്ടിച്ചതിൽ എന്താണെന്ന് ആദ്യം ലയണിന് അറിയില്ലായിരുന്നു. ഒരു പാഴ്സൽ എന്ന് മാത്രം വിചാരിച്ചുള്ളൂ. പിന്നെ അത് പൊട്ടിച്ചു നോക്കിയപ്പോഴാണ് അതിൽ ഈ ലഹരി വസ്തു ഉള്ളത് അവൻ അറിയുന്നത്. എന്തായാലും ഇത് വിറ്റ് കാശാക്കാൻ തന്നെ അവൻ തീരുമാനിച്ചിരുന്നു. പക്ഷെ അത് പൊട്ടിക്കുന്നതിന്റെ ഇടയിൽ അവന്റെ കൈക്ക് സാരമായി പരിക്കേറ്റ് നന്നായി രക്തമൊക്കെ വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അവന് സഹായത്തിന് വേണ്ടിയാണ് അവൻ നിക്കിനെ വിളിച്ചു വരുത്തുന്നത്. പക്ഷെ നിക്ക് ഇതിനകത്ത് ലഹരി വസ്തുവാണുള്ളതെന്ന് കാണുമ്പോഴേ അവനോട് അതിന്റെ പേരിൽ ദേഷ്യപ്പെടുന്നുണ്ട്. കാശിന് വേണ്ടി ഇതൊക്കെ നീ ചെയ്യാൻ തുടങ്ങിയോ? നിനക്ക് വല്ലതും വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ, എന്തിനിങ്ങനെ ചെയ്തു എന്ന നിക്കിന്റെ ചോദ്യത്തിന് എത്ര നാളാണെന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത്, എങ്ങനെയെങ്കിലും കുറച്ച് കാശ് സമ്പാദിക്കണമെന്നുണ്ടായിരുന്നു. അതിനായിട്ട് ചേട്ടനോട് ഒരു വഴി ചോദിച്ചപ്പോ ചേട്ടൻ ചെയ്തു തന്ന സഹായമായത്. എന്തായാലും ഇറങ്ങി തിരിച്ച സ്ഥിതിക്ക് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ ഇനി മടങ്ങും. ഇതെനിക്ക് എങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്യണം എന്നിങ്ങനെ ലയൺ സംസാരിക്കുമ്പോ അങ്ങനെ എന്തായാലും ഇതോടുകൂടി ഇതൊക്കെ ലയൺ വിടും എന്ന ഒരു വിശ്വാസത്തിന് പുറത്ത് ശരി ഇത് ഡെലിവറി ചെയ്യാനായി ഞാൻ ഹെൽപ്പ് ചെയ്യാന്നും പറഞ്ഞു അത് കൊടുക്കേണ്ട ആ സ്ഥലത്തേക്ക് നിക്കും ലയണിന്റെ കൂടെ പോകുന്നുണ്ട്. പക്ഷെ അവരെവിടെ എത്തിയ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് നോവയും വരുന്നു. ഇവളെന്ത് ഇവിടെയെന്ന് നിക്ക് നോവയെ കണ്ട് ആകെ അന്തം വിട്ട് പോകുമ്പോഴേക്കും ഞാനാ അവളെ വിളിച്ചത്. ആക്ച്വലി ഞാൻ ആദ്യം നിന്നെ വിളിച്ചപ്പോ നീ ഫോൺ എടുത്തില്ല. ഇനി അവളുടെ കൂടെ ആയിരിക്കുമെന്ന് അറിയാൻ വേണ്ടി നിന്നെ ലയന് കിട്ടാൻ വേണ്ടി ഞാൻ അവളെ വിളിച്ചതാണെന്ന് ലയൺ പറയുമ്പോ നിക്കിന് നല്ല കലിപ്പ് വരുന്നുണ്ട്. നോവയും കൂടി ഇതിൽ വന്ന് പെട്ടല്ലോ എന്ന്. എത്രയും പെട്ടെന്ന് ഇത് കൊടുത്തിട്ട് പോകാതുള്ള രീതിയിൽ നിക്ക് നിൽക്കുമ്പോഴേക്കും അവിടെ ഈ ഒരു ലഹരി വസ്തുക്കൾ വാങ്ങാനായിട്ട് ഉണ്ടായിരുന്നത് മറ്റാരുമല്ല ഈ കഥയുടെ ഫസ്റ്റ് പാർട്ടിലെ മൈ ഫോൾട്ട്. അതിനകത്ത് നമ്മുടെ നോവയുടെ അച്ഛൻ കുറച്ച് പേരെ കൂടെ ചേർന്ന് തട്ടിക്കൊണ്ട് പോകാൻ നോക്കുന്നുണ്ടല്ലോ. ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ ഉണ്ടായിരുന്ന ഒരാളുടെ ചേട്ടനാണ്. ആക്ച്വലി പ്രതികാരം വീട്ടാനായി തന്നെ പ്ലാൻ ചെയ്ത ലഹരി വസ്തു വിൽപ്പന എന്ന രീതിയിൽ ഇവരെ ഇവിടെ വരുത്തിയതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇവരെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്ന ഈ വില്ലന്മാരിൽ നിന്ന് രക്ഷപ്പെടാനായി നിക്ക് നോവയൊക്കെ തിരിച്ച് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും സാരമായി എന്തെങ്കിലും അവിടെ പറ്റും മുന്നേ അങ്ങോട്ടേക്ക് പോലീസ് എത്തുന്നു. അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. തുടർന്ന് നിക്കാട്ടെ അവന്റെ അച്ഛൻ അറിയരുത് ഈ ഒരു കാര്യം എന്ന് പ്രത്യേകം ഫോൺ വിളിച്ച് ആ ഒരു ലേഡി സ്റ്റാഫായ സോഫിയോട് പറയുകയും തുടർന്ന് സോഫിയ അഡ്വക്കേറ്റിനെ വിട്ട് അങ്ങനെ ഇവർ ജയിലിൽ നിന്ന് ഇറങ്ങുന്നുമുണ്ട്. തുടർന്ന് പോകുന്ന സമയത്ത് നോവ ഭയങ്കരമായി നിക്കിനോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. നിനക്ക് കുറെ മോശം കൂട്ടുകെട്ടുണ്ട്, ഇപ്പൊ അതൊക്കെ നിന്നെ ലഹരി വിൽപ്പനയിൽ വരെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെടുമ്പോ നീ ഇത് എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? ഞാനൊന്നും വിൽക്കാനായി പോയിട്ടില്ല. നീ ഇതീ വന്ന് പെട്ട പോലെ തന്നെയാ ഞാനും പെട്ടത്. ആക്ച്വലി ലയണാണ് ഇത് ചെയ്തത്. അവന് കാശിന് കുറച്ച് ആവശ്യം വന്നപ്പോ ചെയ്തു പോയതാണെന്നൊക്കെ പറഞ്ഞ് നടന്ന കാര്യങ്ങൾ എനിക്ക് പറയുമ്പോൾ നോവയും ശരി എന്നൊക്കെ കേട്ടതങ്ങ് വിടുന്നു. അങ്ങനെ അവർ നേരെ പോകുന്നത് നോവയുടെ റൂമിന്റെ അവിടേക്കാണ്. അവിടെ എത്തുമ്പോൾ നോവയുടെ റൂംമേറ്റ് ബ്രിയർ തന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആണല്ലോ എന്ന കാര്യം ഓർക്കുന്ന നിക്കിന് ഒരു ടെൻഷൻ ഉണ്ട്. അവൻ നൈസായിട്ട് ബ്രിയറിനെ പറ്റി നോവയോട് ചോദിക്കാനായി നോക്കുമ്പോൾ അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവനാകട്ടെ ഈ ഇല്ലീഗൽ കാർ റേസിംഗ് ഒക്കെ നടത്തുന്ന ഒരുത്തനായിരുന്നു. അങ്ങനെ റേസിലാക്കി ഒരു മാരക പ്രശ്നത്തിൽ അവളെ പെടുത്തിയ ശേഷം അവൻ അവളെ ഇട്ടിട്ട് പോയെന്നാണ് ഞാൻ കേട്ടത്. എന്തൊരു മനുഷ്യനല്ലേ? അല്ല, നീ ഇടയ്ക്ക് ഇല്ലീഗൽ കാർ റേസിംഗിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നല്ലോ. അങ്ങനെയുള്ള അവനെ പറ്റി വല്ലതും അറിയാവുന്നില്ല. ഇവനെ പറ്റി തന്നെ നോവ അവനോട് തന്നെ ചോദിക്കുന്നു. അവൾക്കറിയില്ല ഇവൻ ഇങ്ങനെ ഒരു എക്സ് ഉള്ള കഥയൊന്നും. അവനാകട്ടെ ഇത് കേട്ടപ്പെടാ ഇല്ല എനിക്ക് ഇങ്ങനൊന്നും അറിയില്ല എന്ന് പറയുന്നു. അങ്ങനെ അവരുടെ റൂമിലെത്തി അവർ വളരെ ക്ലോസ് ആയി ടൈം സ്പെൻഡ് ചെയ്യാണ്. അവിടെ അവർ ഒന്നിച്ചുള്ളപ്പോ ബ്രിയർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ബ്രിയർ ഇപ്പോ ഈ നിക്ക് എന്റെ എക്സ് ആയിരുന്നു, ഇവനാണ് എന്നെ പ്രശ്നത്തിലാക്കിയത്, ഇവനാണ് എന്നെ ഇട്ടിട്ട് പോയത് എന്നൊക്കെ പറയുമെന്ന് പേടിച്ച് നിൽക്കുകയാണെങ്കിലും ബ്രിയർ അതൊന്നും പറയാതെ നിങ്ങൾ എൻജോയ് ചെയ്യും, ഞാൻ പോവാന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോകുന്നു. ഇതൊക്കെ നിക്കിന് ഭയങ്കര ആശ്ചര്യമാവുന്നുണ്ട്. ഇതേ ടീം പെട്ടെന്ന് ലയൺ കാശിന് വേണ്ടി ഇങ്ങനെ ലഹരി കച്ചവടത്തിന് പോയത് ലയന്റെ ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ ജന്ന, അവളുടെ വീട്ടിലേക്ക് ഇവരുടെ റിലേഷൻഷിപ്പിന്റെ കാര്യം അറിഞ്ഞ് കാണാൻ വരാനായി അച്ഛൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഇവന് കയ്യിൽ കാശൊന്നും ഇല്ല എന്ന കോംപ്ലക്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാലും കുറച്ച് കാശ് സമ്പാദിച്ച് ആ ഒരു ധൈര്യത്തിൽ അവളുടെ വീട്ടിലേക്ക് പോകാന്ന് കരുതിയാണ് ഇവൻ ഈ പണി കാണിച്ചത്. അത് അറിയുന്ന അവൾ ഇപ്പൊ അവനോട് ഞാൻ നിന്റെ കാശ് കണ്ടിട്ട് വല്ലാണോ നിന്നെ ഇഷ്ടപ്പെട്ടത്, പിന്നെ നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത പരിപാടിയൊക്കെ ചെയ്ത് പ്രശ്നത്തിലാവുന്നത് എന്ന് ചോദിച്ച് വളരെ ഇമോഷണലായി സംസാരിക്കുകയും അവനെ കൂടെ ഉണ്ട് നിന്റെ ഏത് അവസ്ഥയിലും. അങ്ങനെ പിന്നീട് നോവയുടെ താമസ സ്ഥലത്ത് നിക്കിന്റെ അമ്മ നോവയെ കാണാനായി എത്തുന്നുണ്ട്. നിക്കിന് അമ്മയോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ നോവയ്ക്കും അമ്മയോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ നിർബന്ധിച്ച് നോവയോട് സംസാരിക്കാൻ
സംസാരിക്കാൻ നോക്കുകയും അവൾ ഒഴിഞ്ഞു മാറാൻ നോക്കുമ്പോൾ കോൺടാക്ട് ചെയ്യണം, എന്തെങ്കിലും നിനക്ക് ആവശ്യം വന്നാൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുതെന്നൊക്കെ പറഞ്ഞ് അവരുടെ വിസിറ്റിംഗ് കാർഡ് അവൾക്ക് നിർബന്ധപൂർവ്വം കൊടുക്കുന്നു. അങ്ങനെ അതിനുശേഷം നിക്കും നോവയൊക്കെ അവരുടെ ഫാമിലിയുമായി ഒരു ഡിന്നർ കഴിക്കാനായി കൂടുന്നുണ്ട്. ഈ ടീം ആ ഒരു ഫംഗ്ഷനിലേക്ക് സോഫിയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുമ്പോൾ നിക്കിന്റെ അടുത്താണ് സോഫി ഇരിക്കുന്നത്. കൂടാതെ ഫംഗ്ഷനിലുള്ള മറ്റുള്ളവര് നിക്കും സോഫി നല്ല പെയറായിട്ടുണ്ട്, നല്ല മാച്ച് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് പ്രത്യേകം നോവ കേൾക്കുന്നു. ആക്ച്വലി അവളെ കേൾപ്പിക്കാനും ഇവരെ തമ്മിലൊന്നും അകറ്റാനും ഒക്കെ ആയിട്ട് അച്ഛനും അമ്മയും കൂടി ചെയ്യുന്ന കാര്യമാണിത്. ആദ്യമൊക്കെ മിണ്ടാതിരുന്നെങ്കിലും ഇത് തുടരുമ്പോൾ ദേഷ്യം വരുന്ന അവൾ താനും നിക്കും റിലേഷൻഷിപ്പിലാണെന്നും നിക്കിന്റെ അപ്പൂപ്പന്റെ ഉടമസ്ഥതയിലുള്ള ആൾ താമസമില്ലാതെ കിടക്കുന്ന ആ വീട്ടിലാണ് തങ്ങൾ ഇടയ്ക്ക് ഒത്തുകൂടാറുള്ളതെന്നും ഇനി അവിടെ തങ്ങൾ ഒന്നിച്ച് സ്ഥിരതാമസാക്കാൻ പോവാണെന്നും പറഞ്ഞ് ആ ഒരു ഡിന്നർ സൽക്കാരത്തിൽ നിന്ന് പിണങ്ങി എഴുന്നേറ്റ് പോകുന്നുണ്ട്. അച്ഛനും അമ്മയും ആകെപ്പാടെ ഇളിഭ്യരായി അവളുടെ ഈ ഒരു വർത്താനം കേട്ട് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ പിണങ്ങിപ്പോയ നോവയെ അന്വേഷിച്ച് നിക്ക് ചെല്ലുന്നത് ഒരു ശ്മശാനത്തിലാണ്. അവിടെയാണ് നോവയുടെ അച്ഛനെ അടക്കിയിരിക്കുന്നത്. അച്ഛനോട് 50-50 ആറ്റിറ്റ്യൂഡാണ് അവൾക്ക്. അതായത് അച്ഛൻ ചെയ്തു കൂട്ടിയ ഒരുപാട് തെറ്റുകളുണ്ട്, അതിനൊക്കെ അവൾക്ക് അച്ഛനെ ഇഷ്ടമല്ലെങ്കിലും ഒരു അച്ഛൻ എന്ന രീതിയിൽ അവളോട് കാണിച്ച ആ ഒരു കെയറും കാര്യങ്ങളും ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും അതും മറക്കാൻ സാധിക്കില്ലല്ലോ ഒരു അച്ഛൻ എന്ന ഒരു സ്നേഹം. അതുകൊണ്ട് തന്നെ അവളിപ്പോ ഭയങ്കരമായിട്ട് സങ്കടം വന്നപ്പോ ഇവിടെയാണ് നേരെ വന്നത്. അല്ല നീ എന്തിവിടെ? നിന്റെ അച്ഛൻ നിന്നെ തട്ടിക്കൊണ്ടുപോകാനൊക്കെ നോക്കിയതല്ലേ, നിനക്ക് അദ്ദേഹത്തെ ഇഷ്ടമല്ലല്ലോ എന്നല്ല നിക്ക് ചോദിക്കുമ്പോ എനിക്ക് എന്റെ അച്ഛനെ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യട്ടെ, നിനക്കെന്താ, നീ എന്തിനാ ഇപ്പൊ വന്നേന്ന് അവനോട് ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്. എന്താ സോഫിയ നിന്നെ ചേർത്ത് പറഞ്ഞപ്പോ അവിടെ മിണ്ടാതിരുന്ന് കേട്ടോണ്ടിരുന്നതെന്ന് നോവ ചോദിക്കുമ്പോ സോഫിയല്ലേ അന്ന് നമ്മൾ ആ കേസിൽ ജയിലിലായപ്പോ റിലീസ് ആവാനായി ഹെൽപ്പ് ചെയ്തത്, ഞാനിപ്പോ വല്ലതും പറഞ്ഞായിരുന്നെങ്കിൽ അവൾ ഇനി ആ കാര്യങ്ങൾ വല്ലതും അവിടെ വിളിച്ചു കൂവിയാലോ എന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നതെന്ന് നിക്ക് പറയുമ്പോ നോവയ്ക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. അങ്ങനെ പിന്നീട് നോവ നിക്കിന്റെ അമ്മയെ കാണാനായി പോകുന്നു. ആ ടീമാണ് അവൾക്ക് വലിയൊരു കാര്യം മനസ്സിലാവുന്നത്. ആക്ച്വലി നിക്കിന്റെ ഈ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയത് ഈ അമ്മയ്ക്ക് വേറെ അഫെയർ ഉണ്ട് എന്നൊക്കെ അച്ഛൻ കോടതിയിൽ കേസ് കൊടുത്താണ്. പക്ഷെ ആക്ച്വലി അതായിരുന്നില്ല സംഭവം. ഇവർക്കിടയിൽ ഡിവോഴ്സ് ആവുന്നതിന് മുന്നേ തന്നെ നോവയുടെ അമ്മയ്ക്കും നിക്കിന്റെ അച്ഛനും, അതായത് ഇപ്പൊ ഇവർ കല്യാണം കഴിച്ചെങ്കിലും അതിനൊക്കെ വളരെ മുന്നേ തന്നെ ഇവർക്കിടയിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ കാര്യങ്ങൾ നിക്കിന്റെ അമ്മ കണ്ടുപിടിച്ചതിലും പേടിച്ച് തന്റെ ഇമേജ് ഡാമേജ് ആവുന്ന കരുതിയാണ് ആ തെളിവുകളൊക്കെ തന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടും പണം കൊണ്ടും ഒക്കെ സാധൂകരിച്ച് ഇവരൊരു മോശക്കാരിയാണെന്ന രീതിയിൽ കേസ് വളച്ചൊടിച്ച് ഡിവോഴ്സ് നേടിയെടുത്ത് നോവയുടെ അമ്മയെ നിക്കിന്റെ അച്ഛൻ കല്യാണം കഴിച്ചത്. അങ്ങനെ പിന്നീട് നിക്കും നോയ ഇപ്പൊ അവരുടെ റിലേഷൻഷിപ്പ് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് വിളിച്ച് പറയുന്നു എന്ന് തോന്നുന്ന ആ ഒരു കലിപ്പ് കൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ച നിക്കിന്റെ അച്ഛൻ അവനെ ബിസിനസ് സംബന്ധമായ ആവശ്യങ്ങൾക്കായി സോഫിയയുടെ കൂടെ ലണ്ടനിലേക്ക് വിടാനായി തീരുമാനിക്കുന്നുണ്ട്. നോയായിട്ട് അന്ന് നിക്കിനെ കാണുമ്പോൾ അവർ ഏറെ നേരം സംസാരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇവർ ഒന്നിച്ചുണ്ടായിരുന്ന ടീം അവൾ ഒരു തമാശയ്ക്ക് നീ എന്റേതാണെന്നുള്ള രീതിയിൽ അവന്റെ കൈത്തണ്ടയിൽ മാർക്കർ കൊണ്ട് എഴുതിയിരുന്നു. അവനത് പച്ച കുത്തിയിരിക്കുന്നു എന്നത് കാണുമ്പോൾ അവൾ ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. എന്തായാലും അന്ന് അവർ ഹാപ്പി ആയി ടൈം സ്പെൻഡ് ചെയ്യുന്നു. അടുത്ത ദിവസം നോയെ കാണാനായി എത്തുന്ന അമ്മ നിക്കുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായി നോക്കുമ്പോൾ അവൾ കേൾക്കുന്നില്ല. എനിക്കറിയാം അച്ഛൻ അമ്മയെ കുറെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന്, അതുകൊണ്ട് അമ്മ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയി. ആക്ച്വലി നിക്കിന്റെ അച്ഛൻ ഡിവോഴ്സ് ആയ ശേഷമാണ് അമ്മയുമായി കണ്ടുമുട്ടിയതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ അല്ലാന്ന് എനിക്ക് മനസ്സിലായി. അമ്മയ്ക്ക് അമ്മയുടേതായ ന്യായവും രീതിയും ഒക്കെ ഉണ്ട്. ശരി, അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ആളിനെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചൂടെ? എനിക്ക് നിക്കിനാണ് ഇഷ്ടം, അവനെ മാത്രം മതി എനിക്ക്, അതിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്ന് അവൾ അമ്മയോട് എതിർക്കുന്നു. അവൾക്ക് അറിയില്ല എന്ന് വിചാരിച്ച തന്റെ ഈ ഒരു അഫെയറിന്റെ കാര്യം അവൾ അറിഞ്ഞത് കേട്ട് അമ്മ ആകെ ഷോക്കായി നിൽക്കാണ്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് കമ്പനിയിൽ ഒരു ഹാപ്പി ന്യൂസ് നടക്കുന്നു. സോഫിയും നിക്കും മേൽനോട്ടം വഹിച്ചിരുന്ന ഒരു കേസ് ജയിക്കുമ്പോൾ അതിന്റെ സന്തോഷത്തിന് രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയും ഹാപ്പിയായി സംസാരിക്കുകയും ഡ്രിങ്ക്സ് ചെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യം ആരോ മാറി നിന്ന് ഫോട്ടോ എടുക്കുന്നത് നമുക്ക് കാണാം. ഈ സമയത്ത് സോഫിയ നൈസായി നോവയെ പറ്റി നിക്കിനോട് ചോദിക്കുമ്പോൾ എനിക്ക് അവളെ വളരെ ഇഷ്ടമാണ്, അവളെ മാത്രമേ ഞാൻ ഇത്രയും സീരിയസ് ആയി ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ, എനിക്ക് അവളില്ലാതെ ഇനി ഒരു ലൈഫ് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നെല്ലാം അവൻ പറയുമ്പോൾ സോഫിയുടെ മുഖം പതിയെ വാടുന്നത് നമുക്ക് കാണാം. അന്നാകട്ടെ നോവ നിക്കിനെ കാണാനായി ഓഫീസിലേക്ക് എത്തുന്നു. അവന്റെ ടേബിളിന്റെ അവിടെ അവന്റെ അമ്മയെ സംബന്ധിക്കുന്ന എന്തോ ഒരു കത്ത്, അമ്മ അവന് വേണ്ടി എഴുതിയ ഒരു കത്താണത്. അത് അവിടെ വെക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് കണ്ട് അങ്ങോട്ടേക്ക് നിക്ക് എത്തുമ്പോഴേക്കും അമ്മയുടെ കൈപ്പട കാണുമ്പോഴേ അവൻ ആ കത്ത് തുറന്ന് വായിക്കാതെ തന്നെ ഇത് അമ്മ എഴുതിയ കത്താന്ന് മനസ്സിലാവുന്നുണ്ട്. അവൻ അവളോട് നിനക്ക് എങ്ങനെ എന്റെ അമ്മയുടെ കത്ത് കിട്ടിയെന്നില്ല, അമ്മയും നോവയും തമ്മിൽ കമ്പനിയാണ് എന്നത് അറിയാതെ അവളോട് ദേഷ്യപ്പെടാനായി തുടങ്ങുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സോഫിയ ഇത് നോവ ഇവിടെ വെച്ച കത്താന്ന് കണ്ടെങ്കിലും അങ്ങനെ അത് നിക്കിനോട് പറയാതെ ഇത് നോ കൊണ്ടൊന്നും വന്നതല്ല, ഇത് ഏതോ കൊറിയർ ബോയ് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് പോയതാണെന്ന് പറയുമ്പോൾ ആ കത്തിൽ എന്താണ് എന്ന് പോലും വായിച്ചു നോക്കാൻ നിൽക്കാതെ അവനത് വലിച്ചു കയറി കളയുന്നുണ്ട്. അമ്മയുമായി ബന്ധപ്പെടുന്ന ഒന്നും എനിക്ക് കാണാനോ അറിയാനോ താല്പര്യമില്ല എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ നിക്ക് ലണ്ടനിലേക്ക് പോകുന്ന ദിവസം വന്നെത്തുന്നുണ്ട്. പോകുന്നതിന് മുന്നേ കാണാനായി നോവ എത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതനുസരിച്ച് നിക്ക് കാത്തിരുന്നെങ്കിലും അവൾ വന്നതേയില്ല. ഇവൾ വരാന്ന് പറഞ്ഞിട്ട് വരാത്തത് എന്താന്ന് ചിന്തിച്ചവൻ അവളുടെ റൂമിന്റെ അവിടേക്ക് യാത്ര പുറപ്പെടുന്നു. അപ്പോഴേക്കും നോവയെ നിർബന്ധിച്ച് അവളുടെ റൂംമേറ്റ് ബ്രിയർ ഡ്രിങ്ക്സ് അടിപ്പിക്കുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ അവരുടെ അപ്പുറത്തെ താമസക്കാരനായ സൈക്കോളജി സ്റ്റുഡന്റ് ആയ മൈക്കിളും ഉണ്ട്. മൈക്കിളാകട്ടെ ഡ്രിങ്ക്സ് അടിച്ചാകെ ഫിറ്റ് ആവുന്ന നോവയെ കിസ് ചെയ്യാവുന്ന കണക്ക് വരുമ്പോഴേക്കും അവൾ പെട്ടെന്ന് ഇങ്ങനെ ഉണരുന്നു. എന്നാ ശരി ലേറ്റ് ആയി പൊക്കോന്നും പറഞ്ഞ് അവൾ വളരെ കാഷ്വലായി മൈക്കിളിനെ പറഞ്ഞു വിടാൻ ഡോർ തുറക്കുന്ന ആ ഒരു സമയത്താണ് അങ്ങോട്ടേക്ക് നിക്ക് വരുന്നത്. നിക്കിനാണെങ്കിൽ നോവയുടെ റൂമിൽ നിന്ന് മൈക്കിൾ ഇറങ്ങി പോകുന്നത് കണ്ട് ദേഷ്യം വരുന്നുണ്ട്. അവൾ ഡ്രിങ്ക്സ് അടിച്ചാകെ ഫിറ്റ് ആയിരിക്കുകയാണെന്ന് കാണുമ്പോൾ അവൻ അവളോട് ഭയങ്കരമായി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ നിക്ക് പോയ ശേഷമാണ് നോവ ഒരു കാര്യം കണ്ടുപിടിക്കുന്നത്. ബ്രിയറിന്റെ സോഷ്യൽ മീഡിയ ചുമ്മാ പരിശോധിക്കുമ്പോഴാണ് അതിൽ നിക്കും ബ്രിയറും ഒന്നിച്ചുണ്ടായിരുന്ന ഒരു പഴയ പിക്ചർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്
നോവ കണ്ടത്. അതുകൊണ്ട് തന്നെ ബ്രെയറിന്റെ ആ ഒരു ഇല്ലീഗൽ കാർ റേസിംഗിലൊക്കെ പങ്കെടുത്തിരുന്ന എക്സ് ബോയ് ഫ്രണ്ട് നിക്കാണ് ഇവർ മനഃപൂർവ്വം തന്നിൽ നിന്ന് ഇത് മറച്ചു വെച്ചു എന്നത് മനസ്സിലാക്കുന്ന അവൾക്ക് നല്ല കലിപ്പ് വരുന്നുണ്ടെങ്കിലും അവൾ ഒന്നും തന്നെ അപ്പൊ ചോദിക്കാനോ പറയാനോ നിൽക്കുന്നില്ല. അങ്ങനെ ഒരു വലിയ പാർട്ടി വരുന്നുണ്ട്. ആ പാർട്ടിയിൽ പങ്കെടുക്കാനായി നോവയും അമ്മയും ബാക്കി ഫാമിലി മെമ്പേഴ്സും ഒക്കെ തയ്യാറെടുപ്പ് നടത്തുന്ന ആ ഒരു ടൈം തന്നെ നിക്കും പാർട്ടിയിൽ പങ്കെടുക്കാനായി ജോലി തിരക്ക് മാറ്റി വെച്ച് വരുന്നുണ്ട്. പക്ഷെ അതേ ടീം തന്നെ അവനെ ലയൺ ഒരു കാർ റേസിംഗിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ റേസിംഗിനൊന്നുമില്ല, ഈ ഫാമിലി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനായി പോകണമെന്ന് നിക്ക് പറയുമ്പോ എടാ നീ അങ്ങനെ പറയല്ലേ, റോണി റേസിൽ പങ്കെടുക്കുന്നുണ്ട്, അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് ലയൺ പറയുമ്പോഴാണ് നിക്ക് ആകെ ഷോക്ക് ആവുന്നത്. കാരണം റോണി മറ്റാരുമല്ല, ഈ കാർ റേസിംഗില് നിക്കിന്റെ വലിയൊരു എതിരാളിയാണ്. ഫസ്റ്റ് പാർട്ടിലെ റോണിയാണ് തെറ്റായ രീതിയിൽ റേസ് ചെയ്തിട്ടാണെങ്കിലും നോയെ മുൻനിർത്തി ചീറ്റ് ചെയ്തിട്ടാണെങ്കിലും നിക്കിന്റെ ഒരു കാർ തട്ടിയെടുത്തതും നിക്കിന്റെ വളരെ ഫേവറേറ്റ് ആയ ഒരു റേസിംഗ് കാർ ആയിരുന്നു അത്. ഒപ്പം തന്നെ നോയെ തട്ടിക്കൊണ്ട് പോകാൻ നോക്കിയ സംഘത്തിലും റോണി ഉണ്ടായിരുന്നു. അവൻ ആ ശിക്ഷ അനുഭവിച്ച് ജയിലിലായിരുന്നു, ഇപ്പോൾ റിലീസ് ആയിരിക്കുന്നു. ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ റോണി ഉണ്ടെങ്കിൽ താൻ എവിടെ പോകണം, അവനൊരു പാഠം പഠിപ്പിക്കണമെന്ന് നിക്കിന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വരില്ല എന്ന കാര്യം വീട്ടുകാരെ അറിയിച്ച ശേഷം റേസ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ റോണിയുണ്ട്, റോണിയുടെ ബ്രദറും ഉണ്ട്. ഈ റോണിയുടെ ബ്രദറാണ് അനിയൻ ജയിലിൽ പോയതിന് പകരം വീട്ടാനായി ലഹരി കേസിൽ ഇവരെ പെടുത്താനായി നോക്കിയത്. എന്തായാലും അവന്മാർ രണ്ടുപേരും ഇപ്പോ നിക്കിനെതിരെയുണ്ട്. അധികം വൈകാതെ റേസ് നടക്കുന്ന സ്ഥലത്തേക്ക് നിക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ നോവ എത്തുന്നുണ്ട്. നിക്ക് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാതെ മാറിയപ്പോഴേ നോവയ്ക്ക് ഡൗട്ട് തോന്നിയിരുന്നു. നോ ഒറ്റയ്ക്കല്ല, കൂടെ അവളുടെ ഫ്രണ്ട് ജെന്നയും ഉണ്ട്. ജെന്നയുടെ ബോയ് ഫ്രണ്ട് ലയൺ ആണല്ലോ നിക്കിനെ ഇതിലേക്ക് ഇപ്പൊ കൊണ്ടുവന്നത്. ഇതേ ടീം റേസിന്റെ റൂൾസ് ഭയങ്കര ടഫ് ആയിരുന്നു. സാധാരണ പബ്ലിക് റോഡിൽ കൂടി തന്നെ ഇവർ കാർ ഓടിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ഇതൊരു ഇല്ലീഗൽ റേസ് ആയതുകൊണ്ട് തന്നെ പോലീസ് എപ്പോ വേണമെങ്കിലും വരാം. പക്ഷേ പോലീസിന്റെ പിടിയിലാവും മുന്നേ ഫിനിഷിംഗ് പോയിന്റിൽ എത്തണം. അത് റൂട്ട് കുറെ ടഫ് ആയിട്ടുള്ള റൂട്ടാണ്. വലിയൊരു പ്രൈസ് മണി ആദ്യം ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നവരെ കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ റേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിക്ക് ഒരു കാറില്, നമ്മുടെ നോവ മറ്റൊരു കാറിലാണ്. നോവയ്ക്കും റേസ് ഇപ്പൊ നല്ല തലക്ക് പിടിച്ചിരിക്കുന്നു. അവൾ നിക്കിന്റെ ചലഞ്ച് ചെയ്യുന്ന കണക്ക് തന്നെ റേസിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ റേസ് തുടങ്ങുന്ന ഈ ടീം ബ്രിയർ ആട്ടെ അവൾക്ക് നിക്കിനോട് നോവയോടൊക്കെ നല്ല കലിപ്പുള്ളത് കൊണ്ട് തന്നെ അവരെ കുടുക്കിലാക്കാനായി പോലീസിൽ ഇങ്ങനെ ഒരു ഇല്ലീഗൽ റേസ് നടക്കുന്നു എന്ന ഇൻഫർമേഷനും പാസ് ചെയ്യുന്നു. നോവ നീ പോ, ഞാൻ കള്ളം പറഞ്ഞ് റേസിൽ വന്നത് ലൈഡിന് വേണ്ടിയാ, ഇതിൽ ജയിച്ച് ആ കാശ് അവന് കൊടുത്താൽ അവന്റെ പ്രശ്നം എല്ലാം തീരും, പിന്നെ ഞാൻ ഈ പണിക്കൊന്നും വരില്ല എന്നല്ല നിക്ക് നോവയെ പിന്തിരിപ്പിക്കാനായി പറയുന്നുണ്ടെങ്കിലും നോവ അത് കേൾക്കുന്നില്ല. അങ്ങനെ രണ്ടുപേരും റേസ് ചെയ്ത് മുന്നോട്ട് പോവാണ്. അങ്ങനെ പോലീസ് വണ്ടി എത്തി റേസ് ചെയ്യുന്ന ഈ കാറുകളുടെ പിറകെയുണ്ട്. ഇതേ ടീം പബ്ലിക് റോഡിൽ കൂടി തന്നെയാണ് ഈ റേസ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേസ് ഇങ്ങനെ നടക്കുക എന്ന് അറിയാതെ ആ റോഡിലൂടെ പോകുന്ന പൊതുജനങ്ങളുടെ കാറിൽ ഇടിക്കുന്ന കണക്ക് വരെ ഈ കാറുകൾ ഓടിച്ചു പോകുന്നുണ്ട്. എന്തായാലും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 3 കാറുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൽ നടുക്കുള്ള ആ റെഡ് കാറിലുള്ളത് നിക്കിന്റെയും നോവയുടെയും ശത്രുവായ റോണിയാണ്. ഒരു സൈഡിൽ നിക്കിന്റെ കാറും മറ്റൊരു സൈഡിൽ നോയുടെ കാറും ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് റോണിയുടെ കാറിനെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്യുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന ടീം കറക്റ്റ് ഇവരെ ബ്ലോക്ക് ചെയ്യാനായി പോലീസ് വണ്ടി അങ്ങോട്ടേക്ക് എത്തുമ്പോൾ നിക്കും നോവയും ഡൈവേർട്ട് ചെയ്ത് പോവുകയും റോണിയുടെ കാറ് കറക്റ്റായി പോലീസ് വണ്ടിയിൽ ഇടിച്ച് അവൻ അവിടെ പോലീസിന്റെ പിടിയിലാവുകയും ചെയ്യുന്നു. ജയിലിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോഴേക്കും ജയിലിലേക്കുള്ള അടുത്ത ടിക്കറ്റ് അവന് കിട്ടി. എന്തായാലും ആ റേസിന്റെ ഒടുക്കം നിക്കും നോവയും കൂടി ചേർന്ന് ബാക്കി റേസിംഗ് കാറുകളെ ഒക്കെ ബ്ലോക്ക് ചെയ്യിപ്പിച്ച് ലയൺ ഓടിച്ചിരുന്ന കാറ് ജയിക്കുന്ന കണക്ക് തന്നെ ആക്കുന്നുണ്ട്. തുടർന്ന് അവൻ വലിയ സന്തോഷത്തില് ജെന്നയെ ആ ഫംഗ്ഷൻ നടക്കുന്നിടത്ത് വെച്ച് കാണുന്നു. അവളാകട്ടെ ഇവൻ ഈ കാശിന് വേണ്ടി ഈ പണി കാണിക്കുന്നതിൽ ആകെ കലിപ്പിലാണ് സംസാരിക്കുന്നത്. അവന് കാശുണ്ടോ ഇല്ലയോ എന്നത് അവൾക്കൊരു വിഷയമല്ല എന്ന് പറഞ്ഞിട്ടും അവനത് കേൾക്കാതെ പെരുമാറുന്നതാണ് അവൾക്ക് ദേഷ്യം. എന്തായാലും അവിടെ വെച്ച് ജെന്നയുടെ അച്ഛനെ കണ്ട് ലയൺ സംസാരിക്കുന്നു. ഇതേ ടീം ആ പാർട്ടിക്കിടയിൽ കാണുമ്പോൾ നിക്കും നോവയും സംസാരിക്കുന്ന ടീം ബ്രിയറിന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നില്ലേ നിക്കുന്ന കാര്യം നോവ ചോദിക്കുന്നുണ്ട്. ആയിരുന്നു, ഒരു 2 മാസം അങ്ങാണ്ട് ഞങ്ങൾക്കിടയിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നീട് ബ്രേക്കപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്ന ശേഷം ഞാൻ അവളുമായി ഒരു കോൺടാക്റ്റിലില്ല. അവളുടെ തെറ്റുകൊണ്ട് തന്നെയാണ് അത് ബ്രേക്കപ്പ് ചെയ്യേണ്ടി വന്നതെന്ന് അവൻ പറയുന്ന ടീം നോവ കൂടുതലൊന്നും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ഈ പാർട്ടിയിൽ ബ്രിയർ ഉണ്ടായിരുന്നു. അവളെ ബ്രേക്കപ്പ് ചെയ്ത നിക്കിപ്പോ മറ്റൊരു റിലേഷൻഷിപ്പിലുള്ളത് തീരെ സഹിക്കുന്നില്ല. അത് നല്ലൊരു റിലേഷൻഷിപ്പ് ആണല്ലോ നിക്കിനും നോവയ്ക്ക് ഇടയിലുള്ളത്. അത് അവൾക്ക് ഇഷ്ടപ്പെടാതെ അവർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാനായിട്ടാണ് അവളുടെ ശ്രമം. അവൾ ആളത്ര നല്ലവളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അവളെ പോലെ തന്നെ പുറമെ നല്ലവൾ കണക്ക് നടിക്കുന്ന ഉള്ളിൽ ഒട്ടും നല്ല സ്വഭാവം ഇല്ലാത്ത നിക്കിന്റെ അമ്മയെ പാർട്ടിയിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. നിക്കിന്റെ അമ്മയെ ഡിവോഴ്സ് ചെയ്യുന്നതിന് മുന്നേ നിക്കിന്റെ അച്ഛന് നോവയുടെ അമ്മയുമായി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. പക്ഷെ അത് ഈ ലേഡി തീരെ ശരിയല്ലായിരുന്നു. ഇവർ നല്ലൊരു വൈഫ് ആയിരുന്നില്ല അദ്ദേഹത്തിന്. അതുകൊണ്ട് അദ്ദേഹം മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയതാണ്. എന്തായാലും അവിടെ വെച്ച് അവരെ മാറ്റി നിർത്തി നിക്കിന്റെ മുന്നിൽ വെച്ച് ഡിവോഴ്സിന് മുന്നേ ഇവർക്കിടയിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന രീതിയിൽ തെളിവുകൾ ഹാജരാക്കുന്നു. ഒപ്പം തന്നെ കൂടെയുള്ള കുട്ടിയുണ്ടല്ലോ മാഗി, ആ കുട്ടി നിക്കിന്റെ ഈ അമ്മയ്ക്ക് മറ്റൊരാളിൽ ഉണ്ടായ കുട്ടിയാണെന്നുള്ള രീതിയിലാണ് ഇത്രയും നാളെ നിക്ക് വിചാരിച്ചിരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അവന്റെ അച്ഛൻ ഈ അമ്മയെ ഡിവോഴ്സ് ചെയ്യുന്ന ടീം അവർ പ്രഗ്നന്റ് ആയിരുന്നു. അങ്ങനെയുള്ള കുട്ടിയാണ് മാഗി എന്നത് അവനറിയില്ല. അമ്മയുടെ കുട്ടി എന്ന രീതിയിൽ അവന്റെ സ്റ്റെപ്പ് സിസ്റ്ററായി കണ്ട അവന് വലിയ കാര്യമായിരുന്നു മാഗിയെ. പക്ഷെ ഇപ്പൊ ഫുള്ളി അത് തന്റെ സിസ്റ്റർ തന്നെയാണെന്ന് അവന് മനസ്സിലാവുന്നു. ഇതൊക്കെ കാണുമ്പോൾ അവന് അച്ഛനോട് ദേഷ്യമാവുന്നുണ്ടെങ്കിലും ഇതിന്റെ ഇടയിലാണ് നോവയ്ക്ക് അമ്മയുമായി കോണ്ടാക്ട് ഉണ്ടായിരുന്നു. നോവയാണ് അമ്മയുടെ ലെറ്റർ അന്ന് അവന്റെ മുന്നിൽ കൊണ്ടുവച്ചതെന്നും ഒപ്പം ഇപ്പൊ മാഗിയുടെ DNA ടെസ്റ്റ് നടത്തിയപ്പോ അതിന്റെ റിസൾട്ട് തന്റെ അച്ഛന്റെ മോള് തന്നെയാണ് അവൾ എന്നത് അമ്മ ഇപ്പൊ ഇവിടെ തെളിവ് സഹിതം പറയുന്നതിന് ഒരു ദിവസം നോവയെ കണ്ട് സംസാരിക്കും
സംസാരിക്കാനായി വീട്ടിലേക്ക് ആരും ഇല്ലാത്ത സമയത്ത് നോവ അമ്മയെ വിളിച്ചു വരുത്തിയിരുന്നു. ആ ടീം അമ്മ അവിടെ ഉണ്ടായിരുന്ന അച്ഛന്റെ DNA സാമ്പിൾ ശേഖരിക്കുകയായിരുന്നു എന്നും നിക്കിന് മനസ്സിലാവുമ്പോ അവൻ ഇപ്പോ അമ്മ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അച്ഛനോട് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിലും അവൻ അമ്മയെ വെറുത്തിരുന്ന സമയത്തും അവനോട് കള്ളം പറഞ്ഞ് നോവ അമ്മയുമായി കോണ്ടാക്ട് ചെയ്തിരുന്നത് അവനെ വല്ലാണ്ട് ദേഷ്യം പിടിപ്പിക്കുമ്പോൾ അവൻ അവളോട് പിണങ്ങി പോകുന്നു. ഇപ്പൊ ഈ കാര്യങ്ങൾ പറഞ്ഞ് ഈ അമ്മ അച്ഛന്റെ പുറകെ നടക്കുന്നത് അവരുടെ രണ്ടാമത്തെ ഹസ്ബൻഡ് അവരെ ഇപ്പോ ഉപേക്ഷിച്ച് പോയ സ്ഥിതിക്ക് അവർക്ക് വീണ്ടും ഈ അച്ഛന്റെ കാശും കാര്യങ്ങളും കിട്ടാനൊക്കെയാണ്. അതാണ് ഇത്രയും നാള് പറയാതിരുന്ന ആ കുട്ടിയുടെ DNA കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ പറയുന്നത്. നോയോടുള്ള ദേഷ്യത്തിന് നിക്കാട്ടെ അവിടെ ഉണ്ടായിരുന്ന സോഫിയെ കിസ് ചെയ്ത് അവിടെ നിന്ന് പോവാണ്. ഇത് കണ്ട് നോ ആകെ ഷോക്കായിരിക്കുമ്പോഴേക്കും നോയ എരിപിരി കയറ്റുന്ന കണക്കായിരുന്നു അവിടെ ബ്രിയറിന്റെ സംസാരം. അവളെ നൈസായി അവൾ പോലും അറിയാതെ ബാഗിൽ കിടന്ന് താക്കോൽ എടുത്ത് മാറ്റി റൂമിലേക്ക് പറഞ്ഞു വിടുന്നു. ഇതേ ടീം നോവ തന്നോട് കള്ളം പറഞ്ഞിരുന്ന ദേഷ്യത്തിൽ പിടങ്ങി പോയിട്ടുണ്ടായിരുന്ന നിക്കിന്റെ കൂടെ ലയൺ ഉണ്ടായിരുന്നു. ലയൺ, നിന്റെ അമ്മ എത്ര മാനിപ്പുലേറ്റഡ് ആയ ഒരു സ്ത്രീയാണെന്ന് നിനക്കറിയാലോ. അവര് പലതും പറയും. അത് കേട്ട് നീ ചുമ്മാ നിന്റെ നല്ല റിലേഷൻ കളഞ്ഞു വിളിക്കരുത്. ഞാനും ജെന്നെ ഇപ്പൊ വഴക്കിട്ട് ഒരുവിധം ആ പ്രശ്നം സോൾവ് ചെയ്തെടുത്തതാ. വഴക്കിട്ട് അകലുമ്പോഴേ നമുക്ക് ആ വില മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ലയൺ പലതും പറയുമ്പോൾ തന്നോട് വലിയ തെറ്റൊന്നും നോ ചെയ്തിട്ടില്ല, പൊറുക്കാൻ പറ്റതായി അവളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവളെ തിരിച്ചു പോയി കാണാമെന്ന് വിചാരിച്ച് നിക്ക് മടങ്ങിയെത്തുമ്പോ പാർട്ടിയുടെ അവിടെ നോവയില്ല. അവിടെ ഉണ്ടായിരുന്ന ബ്രിയർ നോവയെ കുത്തിത്തിരിക്കുമെന്ന് അറിയാവുന്ന നിക്ക് അവളോട് ദേഷ്യപ്പെടുമ്പോഴേക്കും അവൾ റൂമിലേക്ക് പോയിട്ടുണ്ടെന്നും പറഞ്ഞു വിടുന്ന ബ്രിയർ ആയിട്ട് മൈക്കിളിന്റെ കൂടെ ആയിരിക്കും അവൾ നിന്നിപ്പോ ഒരുമാതിരി അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നോവയെ കാണാനായി പുറപ്പെടുന്ന ഇതേ ടീം തന്റെ താമസ സ്ഥലത്ത് എത്തുകയും താക്കോലില്ല എന്ന് കാണുന്ന നോവ ആകെ മഴ നനഞ്ഞു കുളിച്ച് വേറെ വഴിയില്ലാതെ മൈക്കിളിന്റെ അവിടേക്ക് ഒന്ന് പോവുകയും ചെയ്യുന്നു. അവിടെ വെച്ച് നനഞ്ഞ ഡ്രസ്സൊക്കെ മാറി അവൾ ഫ്രഷ് ആവാനായി നോക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ മൈക്കിളായിട്ട് ഓൾറെഡി ഇവളെ ഒന്ന് മുതലെടുക്കാൻ നോക്കി അവസരം കിട്ടാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും മുതലെടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഇതേ ടീം നോഡയിലെ താക്കോലില്ലെന്ന് അറിയാതെ ഇവളിത് എവിടെ പോയി വന്നില്ലല്ലോ എന്ന് കരുതി അവിടെ മഴ നനഞ്ഞ് അവൾക്കായി വെയിറ്റ് ചെയ്തിരിക്കുന്ന നിക്കാട്ടെ മൈക്കിളിന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങി വരുന്ന നോവയാണ് കാണുന്നത്. താൻ സോഫിയെ കിസ് ചെയ്ത കലിപ്പിന് ഇവൾ മൈക്കിളുമായി ഒന്നിച്ചു എന്ന രീതിയിലാണ് ഇത് കണ്ട് നോവ തന്നോടുള്ള കലിപ്പിന് അങ്ങനെ ചെയ്തു എന്ന് നിക്ക് തെറ്റിദ്ധരിക്കുന്നില്ല. നോയാകട്ടെ നിക്ക് തന്നോടുള്ള ദേഷ്യത്തിന് സോഫിയയുമായി ഒന്നിച്ചു എന്ന രീതിയിൽ തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ വെച്ച് കണ്ടുമുട്ടുന്നുണ്ടെങ്കിലും രണ്ടുപേരുടെയും ഉള്ളിൽ ഇഷ്ടമുണ്ടെങ്കിലും പുറമെ ഇപ്പൊ അവർക്ക് തെറ്റിദ്ധാരണ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് അവർ സെപ്പറേറ്റ് ആവുകയാണ്. ഒന്നും തന്നെ സംസാരിച്ച ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാനുള്ള എഫേർട്ടും അവരുടെ രണ്ടുപേരുടെയും ഭാഗത്ത് നിന്ന് അവിടെ ഉണ്ടാവുന്നില്ല. ഇതേ ടീം രണ്ടുപേരുടെയും പേരൻസും ആകെ സങ്കടത്തിലായിരുന്നു. ഇവർ ഒന്നിച്ചതോടുകൂടി ഇവരുടെ മക്കൾക്കും ആകെ ഒരുപാട് പ്രശ്നങ്ങളായി പോയി. എന്ത് ചെയ്യും, എങ്ങനെ ഈ ഇഷ്യൂസ് സോൾവ് ചെയ്യുന്ന ഇവർക്ക് അറിയില്ല. അങ്ങനെ അടുത്ത ദിവസമായിട്ട് മനസ്സ് വിട്ട് സംസാരിക്കാനായി തനിക്കിപ്പോ ആരുമില്ല എന്ന ഒരു അവസ്ഥയിൽ നോ നേരെ അവളുടെ അച്ഛന്റെ കല്ലറയുടെ അവിടെ പോകുന്നു. അവിടെ ഇരിക്കുന്ന അവൾ ഒരു എഴുത്ത് കാണുന്നു. അത് എന്താണെന്ന് വായിക്കാനായി അവിടെ വെച്ചിരുന്ന ബുക്കി മാറ്റുമ്പോൾ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് നിക്കാണ് അത് എഴുതിയതെന്ന്. അവളുടെ ലൈഫിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവൻ അവളുടെ കൂടെ കാണുമെന്ന് അവൻ എഴുതിയതായിരുന്നു. അത് ഇന്നോ ഇന്നലെ എഴുതിയതല്ല, മറിച്ച് ഇതിനു മുന്നേ അവൾ ഒരു ദിവസം ഇതുപോലെ ദേഷ്യപ്പെട്ട് ഇവിടെ വന്നിരുന്നില്ലേ, അന്ന് അവൻ അവൾക്ക് വേണ്ടി എഴുതിയതാണ്. അന്ന് അവൾ അത് കണ്ടില്ല, ഇന്ന് അത് കാണുന്നു. അവൾ വളരെ ഇമോഷണൽ ആവുന്നുണ്ട്. കാരണം അവൻ ഇതിൽ എഴുതിയേക്കുന്ന കണക്ക് ഇന്ന് അവൻ അവളുടെ കൂടെ ഇല്ലല്ലോ. രണ്ടുപേരും തെറ്റിദ്ധാരണ മൂലം സെപ്പറേറ്റ് ആയിരിക്കുകയാണ്. മനസ്സ് പറഞ്ഞ് സംസാരിച്ചാൽ ഒരുപക്ഷെ തീരുമാനിക്കും, പക്ഷെ അങ്ങനെ സംസാരിക്കണ്ടേ. അതുകൊണ്ട് നിക്ക് തന്റെ കൂടെ ഇല്ലല്ലോ എന്ന ഭയങ്കര സങ്കടത്തില് അവിടെയുള്ള നോയെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നത്. മൈ ഫോൾട്ട് എന്ന ആദ്യ ഭാഗം ഇറങ്ങി, ഇപ്പോ യുവർ ഫോൾട്ട് എന്ന ഈ രണ്ടാം ഭാഗം ഇറങ്ങി. ഇനി ഇതിന്റെ ബാക്കി നിക്കും നോവയും ഒന്നിക്കുമോ എന്നൊരു ചോദ്യത്തിന് ഉത്തരവുമായി അവർ ഫോൾട്ട് എന്ന ഇതിന്റെ മൂന്നാം ഭാഗം നമ്മുടെ ചാനലിലൂടെ തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.